ഹായ് ഫ്രണ്ട്സ്, ഈ എപ്പിസോഡിൽ നമുക്കൊരു കിളി പോയ ജിഹാദിയുടെ കുറേ മണ്ടത്തരങ്ങൾ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറേ കിളി പോയ ജിഹാദികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ഖുർആനെ കുറിച്ചോ ഹദീസിനെ കുറിച്ചോ മറ്റൊരു കാര്യത്തിനെ കുറിച്ചോ യാതൊരുവിധ ധാരണയില്ല. ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥവും ഇവർ വായിച്ചിട്ടില്ല, യാതൊന്നും ഇവർ വായിച്ചിട്ടില്ല. അപ്പോൾ പക്ഷേ വന്നും കണ്ടിട്ട് സർവജ്ഞാനിയെ പോലെ ഇതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് തള്ളും. ആ തള്ളുന്ന കുറേ ആൾക്കാർ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു കിളി പോയ ജിഹാദി പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പൊ കിളി പോയ ജിഹാദി നമ്മുടെ ഈ മണിച്ചിത്രത്താഴിലെ ഒരു പപ്പുവിന്റെ ഭാവഹാദികളൊക്കെ പുള്ളി ഇങ്ങനെ കാണിക്കും. ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിന്റെ ഭാവഹാദികളൊക്കെ കാണിച്ചു. അതിൽ ചെമ്പരത്തി പൂവൊന്നും ചെവിയിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ കിളി പോയ ജിഹാദി പറയുന്ന നോണ മണ്ടത്തരം നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊരു തമാശയായിട്ട് ഞാൻ എടുത്തേക്കണാണ്. എന്നാലും നമുക്ക് ആ കിളിപോയ ജിഹാദിയുടെ ആ ഭാവഹാദികളൊക്കെ കാണാൻ രസമായതുകൊണ്ട് നമുക്കതിലേക്കൊന്ന് പോവാം. ആദ്യം പുള്ളിയുടെ മണ്ടത്തരം കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പോയിട്ട് അവിടുന്ന് അറബി പെണ്ണുങ്ങളെ പൂശുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ അവരുടെ ചോദ്യം പൂശാമോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പൂശുമ്പോൾ ശുക്ലം എവിടെ കളയണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോമിന് കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടേക്കള, എന്തായാലും ജനിക്കാനുള്ള കുട്ടികളൊക്കെ ജനിക്കും എന്ന് പറഞ്ഞ് പൂശാൻ അനുവാദം കൊടുക്കുന്ന ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന മോമിനെയാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. ഇത്തര സമർത്ഥമായിട്ടാണല്ലേ സത്യം വളച്ചൊടിച്ച് പാവപ്പെട്ട ഈ കോയാക്കോളിലോട്ട് വിളിക്കുന്ന സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് സഹീഹൽ ബുഹാരിയിൽ 41:38 പറയുന്ന വചനങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. എന്റെ പൊന്നു ചങ്ങായി, ബനു മുസ്തലിഖ് കൊള്ളയടിക്കലല്ല, അതൊരു യുദ്ധമായിരുന്നു. അതായത് ബനു മുസ്തലിഖ് എന്ന ഗോത്രം മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന വിവരം ലഭിച്ച നബിയും സ്വഹാബിമാരും അങ്ങോട്ട് യാത്ര തിരിച്ച് മുറൈസിയോ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് യുദ്ധമുണ്ടായത്. പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ഇത്. അതെങ്ങനെയാണ് കൊള്ളയടിക്കലാവുക? എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പൊ ആദ്യം കിളിപോയ ജിഹാദി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ബനു മുസ്തലിഖ് യുദ്ധം അത് പ്രതിരോധ യുദ്ധമായിരുന്നു. അതായത് ബനു മുസ്തലിഖ് ഗോത്രം മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന് വിവരം കിട്ടിയിട്ട് അങ്ങോട്ട് കയറി ആക്രമിച്ചതാണ് അത്രേ. അപ്പൊ ഇത് ഈ കിളിപോയ ജിഹാദിന്റെ പച്ചക്കള്ളമാണിത്. കാരണം ബനു മുസ്തലിഖ് യുദ്ധം ഇങ്ങോട്ട് മദീനയെ ആക്രമിക്കാൻ വരുന്നു, ബനു മുസ്തലിഖ് ഗോത്രം മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്ന ഒരു കാര്യത്തിന്റെ ഭാഗമേ അല്ല. കാരണം മുഹമ്മദ് പ്രവാചകനാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് മക്കയിൽ കുറെ നാൾ ജീവിച്ച് അവിടെ നിന്ന് പിന്നെ ഒളിച്ചോടി മദീനയിൽ എത്തിയപ്പോൾ ഇയാൾക്ക് ശക്തി കൂടി. കാരണം ഏതൊരാൾ ദൈവങ്ങൾക്കും ജന്മനാട്ടിൽ അത്ര സ്വീകരണം കിട്ടൂല തുടക്കാലത്ത്. പിന്നീട് ഇവര് അകലെയുള്ള ആളുകൾക്കാണ് ഇയാളുടെ വിശ്വാസം ഉണ്ടാവുള്ളൂ. അവരാണ് ഇയാളെ ഒരു ദിവ്യ പരിവേഷം നൽകി ആദരിക്കുള്ളൂ. ഇതിങ്ങനെയാണ് മദീനയെ പോയപ്പോൾ ഇയാൾക്ക് ശക്തി കൂടിയതിന് ശേഷം ഇയാൾ തല്ലിക്കൂട്ടിയുണ്ടാക്കിയ ഈ ലുട്ടാപ്പി മതം അറേബ്യ മുഴുവൻ വ്യാപിക്കാനുള്ള റെയ്ഡുകളാണ് പിന്നെ നടത്തിയത് മുഴുവൻ. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ഗോത്രങ്ങളിലേക്കും അറേബ്യയുടെ ഹിജാസിലെ തന്നെ പല പല ഗോത്രങ്ങളിലേക്ക്, അറബ് ഗോത്രങ്ങളിലേക്ക് ഈ ഗുണ്ടാ സംഘത്തിനെ വിട്ടുകൊണ്ട് യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തത്. അതിന്റെ ഇഷ്ടം പോലെ വിവരണങ്ങൾ നമ്മളുടെ താരിഖുൽ ഇസ്ലാം കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത് വായിക്കണില്ല, കാരണം വേറെ ഒന്നുമല്ല, വെറുതെ കുറെ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒന്നും അത് കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് പോയേക്കുന്നത് മുഴുവൻ. അതിൽ ചിലയിടത്തൊക്കെ പ്രതിരോധ യുദ്ധം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് കഴിയുന്നതോടുകൂടി പ്രതിരോധ യുദ്ധം എന്ന് എഴുതാൻ ഇവർ മറന്നു. പിന്നെയൊക്കെ ലാത്തനെയും ഉസ്തനെയും മനാത്തിനെയൊക്കെ വെട്ടാനും കൊല്ലാനും സംഘത്തെ അയക്കുന്നതായിട്ടാണ് താരിഖുൽ ഇസ്ലാമിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാരോ നിഷ്പക്ഷ ചരിത്രകാരന്മാരൊന്നും ഇതിനൊന്നും പ്രതിരോധ യുദ്ധമായിട്ട് എടുത്തിട്ടുമില്ല. യാതൊരുവിധ തെളിവുമില്ല ഇത് പ്രതിരോധ യുദ്ധമാണെന്നുള്ളതിന്. മറിച്ച് ഇത് അങ്ങോട്ട് പോയി ഈ ഗോത്രങ്ങളെ ആക്രമിച്ച് കൊള്ളയടിച്ച് അവർ ഇന്നലെ വരെ സമ്പാദിച്ച സ്വത്തുകളൊക്കെ തട്ടിപ്പറിച്ച് അവിടുത്തെ കുറെ പെണ്ണുങ്ങളെ പിടിച്ചെടുത്ത് കൊണ്ടുവരുന്ന വിദ്യയാണ്. അതിൻ്റെ ഇടയിൽ അവർ കീഴടങ്ങിയിട്ട് ഞങ്ങൾ ഗുണ്ടാപ്പണം തന്നോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ പ്രശ്നമില്ല, കോംപ്രമൈസായി. പിന്നെ ഇരട്ട നികുതി കൊടുത്തിട്ട് അവർക്ക് ഗുണ്ടാപ്പണം കൊടുത്തിട്ട് അവിടെ ജീവിക്കാം. ഈ ബനു മുസ്തലിഖ് പോലുള്ള ഗോത്രങ്ങളൊന്നും അതിന് തയ്യാറാവാത്തത് കൊണ്ട് അവരെ കയറി ആക്രമിക്കുകയും അവരുടെ സ്വത്തും പണവും പിടിച്ചെടുക്കുകയും അവിടുന്ന് സ്ത്രീകളെ പിടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണ് അവിടെ നടന്നത്. അല്ലാണ്ട് അവര് മദീനനെ ആക്രമിക്കാൻ വന്നു നിഷ്പക്ഷ സോഴ്സിൽ നിന്ന് യാതൊരു തെളിവുമില്ല. ഇവരെഴുതി വെച്ചേക്കണ മണ്ടൻ ചരിത്രമൊക്കെ ആരും വിശ്വസിക്കാൻ. അങ്ങനെയാണ് ആ യുദ്ധം ഉണ്ടാവുന്നത്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ആ സ്ത്രീകളെയൊക്കെ പിടിച്ചെടുത്തു, അവരെ സ്വത്തും മുതലും പിടിച്ചെടുത്തു. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുവൈരിയ എന്ന് പറഞ്ഞ സുന്ദരിയായ ഒരു പെണ്ണയിലുണ്ടായി, ആ കൂട്ടത്തിലുണ്ടായി. ഈ ജുവൈരിയനെ കണ്ടപ്പോൾ മുഹമ്മദിന്റെ ഈ കുഞ്ഞിക്കോയ പ്രശ്നമാണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
പലപ്പോഴും മുഹമ്മദിന്റെ കുഞ്ഞിക്കോയ ഇടയും സുന്ദരി പെണ്ണുങ്ങളെ കാണുമ്പോൾ. അങ്ങനെ മുഹമ്മദിന്റെ കുഞ്ഞിക്കോയ ഇടയും അങ്ങനെ ഈ ജുവൈരിയനെ മുഹമ്മദ് കല്യാണം കഴിച്ചപ്പോൾ ഈ ബനു മുസ്തലിഖ് ഗോത്രം മുഹമ്മദിന്റെ ഭാര്യാഗോത്രമായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ കുറെ സഹാബികൾ അവർ പിടിച്ചെടുത്ത പെണ്ണുങ്ങളെയൊക്കെ സ്വതന്ത്രരാക്കി വിട്ടു. ഇങ്ങനെ ഒരു കോംപ്രമൈസ് അവിടെ ഉണ്ടായി. അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ സത്യത്തിൽ അതൊരു കൊള്ളയായിരുന്നു, തട്ടിപ്പറിയായിരുന്നു. ഇനി നമുക്ക് കിളിപോയ ജിഹാദിയുടെ അടുത്ത നുണക്കഥ കേട്ടിട്ട് വരാം. ഓക്കെ. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമ സ്ത്രീകളെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് സ്വഹാബികൾക്കിടയിൽ മാത്രമല്ല, മൊത്തത്തിൽ അന്നത്തെ സാമൂഹിക സ്ഥിതി അങ്ങനെയായിരുന്നു എല്ലാ വിഭാഗത്തിലും. അത് ഒറ്റയടിക്ക് നിരോധിച്ചാൽ അത് ഉൾക്കൊള്ളാനുള്ളൊരു സാമൂഹിക വ്യവസ്ഥ ആയിരുന്നില്ല അന്നത്തേത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിരീക്ഷനെ പോലെയുള്ള പൊട്ടന്മാർക്ക് തലേ കയറുന്നില്ല, പിന്നെ അന്നത്തെ കാലത്ത്. അപ്പൊ അത് ഒറ്റയടിക്കില്ല, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കുക എന്നൊരു രീതിയിലോട്ടാണ് നബി ചെയ്ത രീതി. അപ്പൊ കിളിപോയ ജിഹാദിയുടെ നുണക്കഥ കേട്ടില്ലേ? അതായത് അന്നത്തെ സാഹചര്യത്തിൽ ഈ പിടിച്ചെടുക്കുന്ന സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ എല്ലാവരും ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മളും ചെയ്തു. 1,24,000 പ്രവാചകരെ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി മുകളിലിരിക്കുന്ന ആ പൊട്ടൻ അയച്ച് എന്നിട്ട് അതിലെ അവസാനത്തെ ഒടുക്കത്തെ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് വന്നത്. മുഹമ്മദ് വന്നിട്ടും ഈ ബലാത്സംഗത്തിന് നിർത്താൻ അള്ളാഹു ഇങ്ങനെ വരെയായിരുന്നു. ഇതെങ്ങാനും നിർത്തി കഴിഞ്ഞാൽ നമ്മളായിട്ട് ഇത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള പേടിയായിരുന്നു അള്ളാഹുവിനും, സർവശക്തനായ അള്ളാഹുവിനും പ്രവാചകൻ. ഈ വരെയാണ്. അതായത് ബലാത്സംഗം നിർത്താൻ ഒരു നിവൃത്തിയില്ല എന്നാണ് കിളിപോയ ജിഹാദി പറയുന്നത്. അപ്പൊ കിളിപോയ ജിഹാദി അള്ളാഹുവിന്റെ സർവശക്തി പിന്നെന്തിനാണ് 1,24,000 പ്രവാചകരെ അതിനു മുമ്പ് അയച്ചത്? പിന്നെ എന്തിനാ ഒടുക്കത്തെ പ്രവാചകൻ വന്നത്? ഈ സാധനങ്ങൾ നിർത്തിക്കൂടെ? ഒടുക്കത്തെ പ്രവാചകൻ, മാതൃകാ പ്രവാചകൻ, ലോകത്തിന് ആകമാനം ഇതായിട്ടുള്ള പിന്നെ ഒരു പ്രവാചകൻ വരാനില്ല. അപ്പൊ ഈ വക വൃത്തികെട്ട ബലാത്സംഗം, യുദ്ധത്തിന്റെ പേരിലുള്ള ബലാത്സംഗം നിർത്തുകയല്ലേ? അതല്ലേ അതിന്റെ ലോജിക്ക്. അപ്പോഴും അള്ളാഹു ഇങ്ങനെ കിടുകിടാ വിറക്കണി പിന്നെ ഒരു 10-50 പ്രവാചകരെയും കൂടെ വിട്ടിട്ട് ഇത് ലെവലാക്കിയിട്ട് പോയാൽ പോലെയായിരുന്നു. പിന്നെ എന്തിനാ ഈ ഒടുക്കത്തെ പ്രവാചകനാക്കി മുഹമ്മദിനെ? അപ്പൊ അതാണ് പറഞ്ഞത്, ഇതൊന്നൊക്കെ പൊട്ടത്തരമാണ്. ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും വിളിച്ചു പറഞ്ഞാൽ ഇതിനെ വെളുപ്പിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും ബലാത്സംഗം ചെയ്യുന്നു, നമ്മളും ബലാത്സംഗം ചെയ്യുന്നു എന്നാണ്. അതെന്ത് മര്യാദയാണത്? മര്യാദ ഉള്ളവർക്ക് പറയാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും കൊള്ളയടിക്കുന്നു, നമ്മളും കൊള്ളയടിക്കുന്നു. മര്യാദ ഉള്ളവർക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണോ? എല്ലാവരും കൊള്ളയടിച്ചോട്ടെ, എല്ലാവരും ബലാത്സംഗം ചെയ്തോട്ടെ, നമ്മൾ തെറ്റിയില്ല. ഇങ്ങനെയല്ലേ വേണ്ടത്? അവരെ നന്നാവാ, അവരടിച്ചമർത്താ. അവർ കുഴപ്പക്കാരാണെങ്കിൽ അവരടിച്ച് ഒതുക്കുക, നീതിയോടെ വർത്തിക്കാൻ പ്രേരിപ്പിക്കുക. നമ്മൾ കൊള്ളയ്ക്കും ബലാത്സംഗത്തിനും ഇല്ല. ഇങ്ങനെയല്ലേ പറയേണ്ടത്? അത് പറയേണ്ടതിനും പകരം എല്ലാവരും അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്നാൽ പിന്നെ അതിനു മുമ്പ് ഈ 1,24,000 ഇങ്ങോട്ട് തള്ളി കെട്ടിയിറക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ കിളിപോയ ജിഹാദി വേറെ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്ന് കൊലമ്പിയത് കൊണ്ട് ഈ പ്രശ്നം സോൾവ് ആവില്ല കേട്ടാ. മനസ്സിലായില്ലേ? ബലാത്സംഗം ഏതവസ്ഥയിലും ബലാത്സംഗമാണ്, കൊള്ളയടി ഏതവസ്ഥയിലും കൊള്ളയടിയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത കിളിപോയ ജിഹാദിയുടെ അടുത്ത കഥയിലേക്ക് നമുക്ക് പോകാം. നബി ഒരിക്കലും സ്വയം ഇഷ്ടപ്രകാരം ഒന്നും നമ്മോട് കൽപ്പിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടുമില്ല. ദൈവം എന്താണോ പറയുന്നത് പ്രവർത്തിച്ചിട്ടും നമ്മോട് കൽപ്പിച്ചിട്ടും ഉള്ളൂ. ദൈവത്തിന് നന്നായി അറിയാം മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഇത് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാം എന്നുള്ളത്. തീർച്ചയായും അപ്പൊ അന്ന് യുദ്ധം കഴിഞ്ഞ് പിടിക്കപ്പെട്ട അടിമ സ്ത്രീകളെ സംബന്ധിച്ച് സ്വഹാബികൾ അസൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. അസൽ ചെയ്യുക എന്നത് ഗർഭനിരോധന മാർഗമാണ്. അന്ന് അത് വളരെ സാധാരണയായി നടന്നുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അതുകൊണ്ടാണ് അത്രയും സിമ്പിളായി സ്വഹാബികൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നബി സ്വഹാബിമാരുടെ ഈ ഒരു ചോദ്യത്തെ നിരുത്സാഹപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല. പകരം അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഘട്ടം ഘട്ടമായി ഈ ഒരു ദുരാചാരം മാത്രമല്ല, സതി അടക്കമുള്ള ദുരാചാരം അന്ന് നിലവിലുണ്ടായിരുന്നു. അത് ഇല്ലാതെയാക്കാൻ നേതൃത്വം കൊടുത്തത് വളരെ വ്യക്തമായി ഹദീസിലും ഖുറാനിലും വിവരിച്ചിട്ടുണ്ട്. അതെന്തേ നിങ്ങൾ എടുത്ത് പറയാം. കിളിപോയ ജിഹാദിയുടെ അവസാനത്തെ മണ്ടത്തരമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് ഇത് ഘട്ടം ഘട്ടം നിർത്തലാക്കാൻ, മറ്റത് പേടിച്ച് അള്ളാഹു നബി ഈ വരെയായിരുന്നു. അതായത് ബലാത്സംഗം നിർത്തിയാൽ എന്ത് ചെയ്യും, കൊള്ളയടി നിർത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഈ പേടി അമ്മതേ നമ്മളെങ്ങനെ നിർത്തും? അള്ളാഹു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്തില്ലെങ്കിൽ അയ്യോ പേടിച്ചിട്ട് വയ്യ, അയ്യോ നമുക്ക് ബലാത്സംഗം ചെയ്യണം, നമുക്ക് കൊള്ളയടിക്കണം, അല്ലെങ്കിൽ അവർ പിന്നെയും ചെയ്യും. ഇങ്ങനെ പേടിച്ചെന്നാണ് സർവശക്തനായ അള്ളാഹും ഒടുക്കത്തെ പ്രവാചകൻ 1,24,000 പ്രവാചകരെ ഇറങ്ങിയിട്ട് ഒടുക്കത്തെ പ്രവാചകൻ ഈ ജാതി വേറെയും പേടിയായിരുന്നു എന്നാണ് നമ്മുടെ ഈ കിളിപോയ ജിഹാദി പറയുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? എന്നിട്ട് ഘട്ടം ഘട്ടം നിർത്തലാക്കി. എവിടെ ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കി? അടിമത്തം ഘട്ടം ഘട്ടം നിർത്തലാക്കിയിട്ടേ ഇല്ല. അടിമത്തം ഇസ്ലാമിൽ ഘട്ടം ഘട്ടം നിർത്തലാക്കി എന്ന് പറയുന്നവർ യുക്തിവാദികളും നവീന സംരംഭകരുമാണെന്നാണ് അമാനി മൗലവി എഴുതി വെച്ചേക്കുന്നത്. വളരെ വ്യക്തമായിട്ട് അമാനി മൗലവിയുടെ തഫ്സീർ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചേക്കുന്നത് അടിമത്തം ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കി എന്ന് പറയുന്നവൻ യുക്തിവാദിയും നവീന സംരംഭകനുമാണെന്നാണ്
മുഹമ്മദ് അമാനി മൗലവിയുടെ സലഫി കുടുംബങ്ങളിലുള്ള തഫ്സീറിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാ. അപ്പൊ അവിടെ ഘട്ടം ഘട്ടമായിട്ട് നിർപ്പലാക്കലൊന്നുമില്ല. അടിമത്തം ഇസ്ലാം അംഗീകരിച്ച എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടൊരു കാര്യമാണ്. ആധുനിക ലോകം കാഫറുകളുടെ നിയന്ത്രണത്തിൽ വന്ന് കാഫറുകൾക്ക് മേൽക്കൈ വന്നപ്പോൾ ഇതൊക്കെ നാണക്കേടായപ്പോൾ ഈ ഘട്ടം ഘട്ടം നുണ കിളി പോയ ജിഹാദിയെ പോലെ ഒരുപാട് പേര് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അമാനി മൗലവി ജാഹിലോ കാഫറോ ആയി മാറി. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അമാനി മൗലവിനെ പോലുള്ള മറ്റേ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം എടുത്താലും മറ്റെല്ലാവരും ജാഹിലോ കാഫറോ ആയി മാറി. അപ്പൊ ഇവിടെ ഘട്ടം ഘട്ടവും കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിലില്ല. പിന്നെ അള്ളാഹു പറയുന്നതാണ് നബി ചെയ്യുള്ളൂ, നബിയുടെ സ്വന്തമായിട്ട് പറയില്ല. എന്താ അള്ളാഹു, ഏതല്ലാഹു, എവിടെ, എന്ത് തെളിവ്? ഇവിടെ ഇഷ്ടംപോലെ ദൈവങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൽ അള്ളാഹുവിന് എന്ത് തെളിവ്? ഇവിടെ ഖുറാനിൽ പറയുന്ന അള്ളാഹു എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയാണ്. മുഹമ്മദ് പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ വാചകങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത് മുഴുവൻ. അല്ലെങ്കിൽ അള്ളാഹുവിന് തെളിവുണ്ട് ആദ്യം. ദൈവത്തിന് തെളിവല്ല ചോദിച്ചത്, അള്ളാഹുവിന്റെ തെളിവാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ അതിന് യാതൊരു തെളിവുമില്ല. നമ്മൾ ഖുറാനിൽ കാണുന്ന അള്ളാഹു മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയ ആണ്. ഫേക്ക് ഐഡിയയിൽ വന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ മണ്ടത്തരങ്ങൾ പറയലാണ് മുഹമ്മദിന്റെ മൃഗയ വിനോദമായിരുന്നത്. ആ പരിപ്പും കൊണ്ട് ഇവിടെ വരണ്ട, ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇനി പറയാനുള്ളത്, ഈ പെണ്ണുങ്ങളെ പിടിച്ചതിന് ശേഷം സഹാബികൾക്ക് അവരെ പൂശാൻ തോന്നി, ബലാത്സംഗം ചെയ്യാൻ തോന്നിയപ്പോൾ മുഹമ്മദിനോട്, മാതൃകാ പ്രവാചകനായ മുഹമ്മദിനോട് തിരുമേനി ഞങ്ങൾ അസലി ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ മുഹമ്മദ് പറഞ്ഞത്, നിങ്ങൾ അസലി ചെയ്യണ്ട, നിങ്ങൾ നേരിട്ട് ചെയ്തോ. കാരണം അന്ത്യനാൾ വരെ ഉണ്ടാകാനുള്ള മനുഷ്യാത്മാക്കളെല്ലാം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അസലൊന്നും ചെയ്യാൻ നിൽക്കണ്ട, നേരിട്ട് പൂശിക്കോന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതനുസരിച്ച് അവർ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സംഭവം. ഇതിനെയാണ് ഈ കിളി പോയ ജിഹാദി വെളുപ്പിച്ചിട്ട് യുക്തിവാദികളെ പൊട്ടന്മാരെന്ന് വിളിച്ചും കണ്ടിട്ട് ഈ മണ്ടത്തരം മുഴുവൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ കിളി പോയ ജിഹാദിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ജാതിയും മണ്ടത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ പറഞ്ഞു കണ്ടിട്ട് ഈ ബലാത്സംഗത്തിനെയും കൊള്ളയടിനെയും വെളുപ്പിക്കാൻ നടന്നിട്ട് യാതൊരു കാര്യമില്ല. ബലാത്സംഗം എന്നും ബലാത്സംഗമാണ്. കിളി പോയെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ നോക്കാം. ഇവിടെ ഈ ജാതി മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ് അമാനി മൗലവിയും മറ്റു മൗസറികളൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ ആക്കി ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കി, അതാക്കി ഇതാക്കി, അള്ളാഹു പേടിച്ച്, മുഹമ്മദ് പേടിച്ച്, അവര് പേടിച്ച്, മൊത്തം പേടിച്ച്, എല്ലാവരും വരച്ച് എന്നൊന്നും പറഞ്ഞ മണ്ടത്തരമൊന്നും ഇവിടെ ഓടൂല കേട്ടാ. അപ്പൊ കിളി പോയ ജിഹാദി എന്ത് ചെയ്യണം? ബുദ്ധിയും ബോധമുള്ള പിള്ളേരാണ്, ന്യൂജൻ പിള്ളേര്. അവര് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഭാഗ ഉഴുത്ത മണ്ടൻ കിളി പോയ ഉത്തരങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? 1,24,000 പ്രവാചകരെ ഇറക്കി, പിന്നെ അത് കൂടാണ്ട് ലോകത്തിന് ആകനം മാതൃകയായി ഒരു ഒടുക്കത്തെ പ്രവാചകനെ ഇറക്കിയിട്ട് പിന്നെയും ഘട്ടം ഘട്ടമായിട്ട് നിർത്തലാക്കല. അടിമത്തം പോലുള്ള വൃത്തികെട്ട അല്ലെങ്കിൽ ബലാത്സംഗം അല്ലെങ്കിൽ കൊള്ളയടി, ഇതൊക്കെ എവിടെ? പള്ളി മദ്രസ ഗ്രൂപ്പിൽ പോയി പറ ചങ്ങാതി. ഈ വക പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞിട്ട് ഇതിനെ വെളുപ്പിക്കാൻ തന്നിട്ട് കാര്യമില്ല. അത് നഗ്നമായ കൊള്ളയടിയും ബലാത്സംഗവും വൃത്തികേടുകളുമായിരുന്നു ഈ നബിയും സഹാബിമാരും, നിങ്ങൾ നബി എന്ന് വിളിക്കുന്ന ഇയാളും സഹാബിമാരും കൂടെ നടത്തിയത്. അതിനെ വെളുപ്പിക്കാൻ വന്നാൽ വെളുത്ത് കിട്ടൂല. ഓക്കെ, അതായത് നമ്മൾ തീറ്റക്കണ്ടിയിൽ സ്പ്രേ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ സാധനം അവിടെ കോരി കുഴിച്ചു മൂടാ, എന്നിട്ട് നന്നായി കഴുകി ശുദ്ധമായിട്ട് ശരീരത്തിൽ സ്പ്രേ അടിക്കുക. ഓക്കെ, അല്ലാണ്ട് ആ കണ്ടിയിൽ കൊണ്ടുപോയിട്ട് സ്പ്രേ അടിച്ചിട്ട് അതിന്റെ സ്മെല്ല് നന്നാക്കാൻ നിൽക്കരുത്. ഓക്കെ, ക്ലിയർ ആയില്ലേ നമ്മുടെ കിളി പോയ ജിഹാദി? എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ, ചേട്ടാ, കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഓക്കെ, ഇനി മുന്നിൽ ശ്രദ്ധിക്കണം കേട്ടാ. അപ്പൊ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.